എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയതും കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തയ്യാറാക്കിയെടുത്താലോ. സേമിയ വെച്ച് കേട്ടോ. ഞാൻ നേരത്തെ സേമിയ വെച്ചുള്ള ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു ഉപ്പുമാവ് തന്നെയായിരിക്കും. നിങ്ങൾ തീർച്ചയായും ഒന്ന് തയ്യാറാക്കി നോക്കിയോണം. ഞാൻ അതിനായിട്ട് ഈ ഒരു വേർമിസെല്ലിയാണ് എടുത്തിരിക്കുന്നത്. തീരെ കനം കുറഞ്ഞ ടൈപ്പ് സേമിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ 1 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അടുപ്പത്തേക്കൊരു പാത്രത്തിൽ വെള്ളം വെച്ചു. വെള്ളം നന്നായി തിളച്ചു വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ എണ്ണയും ഒഴിച്ച ശേഷം നമുക്ക് ഈ സേമിയ അതിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. വെറും 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ സേമിയ വെന്ത് കിട്ടും. അത്രയ്ക്ക് കനം കുറഞ്ഞ സേമിയാണ്. വെന്ത് കഴിഞ്ഞാൽ അരിപ്പയിലേക്ക് ഇതിട്ട് കൊടുത്ത് നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റി നമുക്ക് ഇതിനെ ഉപ്പുമാവ് തയ്യാറാക്കാൻ തുടങ്ങാം. ഒട്ടും കുഴഞ്ഞു പോകാതെ നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കാൻ പറ്റുമേ. ഇനി നമുക്ക് അടുപ്പത്തേക്കൊരു പാൻ വെച്ച് കൊടുക്കാം. ഇതിൽ ഞാൻ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് നെയ്യ് വേണ്ട, എണ്ണ മതിയെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ നന്നായി പഴുത്ത ഏത്തപ്പഴം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഏത്തപ്പഴമൊക്കെ ഈ ഒരു നെയ്ക്കകത്തൊന്ന് വറുത്തെടുക്കുന്നത് തന്നെയാണ് ടേസ്റ്റ്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പഞ്ചസാരയും ഈ നെയ്യും ഈ ഏത്തക്കയും ഒക്കെ കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണേ. ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഏത്തപ്പഴം പാനിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഞാൻ ഈ ഒരു പാനിലേക്ക് തന്നെ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നെയ്യ് തന്നെ ഉപയോഗിക്കാം. ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇനിയും 1/2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കിയ ശേഷം 1/2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ഇതിലേക്ക് ചേർത്ത് ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഈ ഉഴുന്നുപരിപ്പിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 5-6 കാഷ്യൂനട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കാഷ്യൂനട്ടും അതുപോലെ തന്നെ ഉഴുന്നുപരിപ്പും കളർ മാറി വരുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഉഴുന്നുപരിപ്പൊക്കെ നല്ല ബ്രൗൺ കളറിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ 2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ക്യാരറ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാവുന്നതാണ്. ചെറുതായി അരിഞ്ഞ ക്യാരറ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും, അതായത് നമ്മൾ സേമിയ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതിനെ ശ്രദ്ധിച്ച് മാത്രമേ ഉപ്പ് ചേർക്കാവൂ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതായി യോജിപ്പിച്ച ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. സേമിയ ഇട്ട് കൊടുത്ത് നല്ലതായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ, ഒട്ടും കുഴഞ്ഞു പോകാതെ തന്നെ നല്ല ഒരു സേമിയ ഉപ്പുമാവ് തന്നെയാണ് തയ്യാറാകുന്നത്. ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കി. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഈ ഒരു റെസിപ്പി. സേമിയ നല്ലതായി യോജിപ്പിച്ച ശേഷം ഒരു 1/2 കപ്പ് തേങ്ങ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചിരകിയത് ഒരു 1/2 കപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങയുടെ അളവ് എന്തുമാത്രം വേണം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഇനിയും ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന ആ ഒരു ഏത്തപ്പഴമാണ്. അതും കൂടെ ചേർത്ത് നല്ലതായി യോജിപ്പിക്കുക. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണേ. ഈ ഏത്തപ്പഴം അതുപോലെ തന്നെ തേങ്ങയും ഒക്കെ ചേർത്ത് നന്നായി യോജിപ്പിച്ച ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സേമിയ ഉപ്പുമാവ് തന്നെയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇനി ഞാനിത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, കുഞ്ഞുങ്ങൾക്ക് എന്തുമാത്രം ഇഷ്ടമാണോ അത് മാത്രമേ ചേർക്കാവൂ. ഡ്രൈ ഫ്രൂട്ട്സ് ഇഷ്ടമല്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്. അതുകൊണ്ട് അത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇന്നത്തെ എൻ്റെ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.